ടെൻസ് ടെൻസ് പ്രധാനമായും 3 തരത്തിലുണ്ട്. 1 പ്രസൻറ്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് വരാനിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഭാവി എന്നൊക്കെ പറയാറുണ്ട്. ഈ ടെൻസിനെ വീണ്ടും നമുക്ക് 4ആയി തരംതിരിക്കാം. അതായത് ഇവ ഓരോന്നും 4 തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നു. 1 സിമ്പിൾ, 2 കണ്ടിന്യൂസ്, 3 പെർഫെക്റ്റ്, 4 പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഓരോ ടെൻസും ഇങ്ങനെ 4 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവ ഓരോന്നും 4 തരത്തിലുണ്ടെങ്കിൽ അങ്ങനെ 12 ടെൻസുകളുണ്ട് നമുക്ക് പഠിക്കാൻ. പ്രസൻറ്റ് ടെൻസിനെ 4 തരത്തിലുണ്ട്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് 4 തരത്തിൽ: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ടെൻസ്: സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ ആകെ 12 ടെൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവയുടെ ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. 1 സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. യൂഷ്വലി, ജനറലി, റെഗുലർലി, ഡെയിലി, ഓഫൺ, സംടൈംസ്, എവറി ഡേ, വീക്ക്, ഇയർ, മന്ത് ആൻഡ് എക്സെട്ര എന്നീ വാക്കുകൾ സ്ഥിരതയെ സൂചിപ്പിക്കാൻ ഈ ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സിമ്പിൾ പ്രസൻറ്റ് എന്നാൽ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഐ പ്ലേ ക്രിക്കറ്റ്, ദേ സ്പീക്ക് ഇംഗ്ലീഷ്, വി ഗോ ടു സ്കൂൾ എവരി ഡേ, ഐ സിംഗ് സോങ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് ഓർ ഹി, ഷീ, ഇറ്റ് എന്നിവ വന്നാൽ ശേഷം വരുന്ന V1ൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഹി റൈറ്റ്സ് ലെറ്റർ, ഷീ സിംഗ്സ് സോങ്സ് യൂഷ്വലി, രാജു ഡ്രൈവ്സ് കാർ എവറി മോർണിംഗ്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് V1 ഒബ്ജക്റ്റാണ്. എന്നാൽ ഹി, ഷീ, ഇറ്റ് എന്നിവ വരികയാണെങ്കിൽ V1ൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ചേർത്ത് കൊടുക്കണം, എസ് അല്ലെങ്കിൽ ES ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് പറയാൻ പോകുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ്. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ അല്ലേ, സബ്ജക്റ്റിന് ശേഷം ഇവ വരും. അതിനുശേഷം V പ്ലസ് ING, വെർബിനോട് കൂടി ING വരും, പ്ലസ് ഒബ്ജക്റ്റാണ്. ഐ ആം, ഐ സബ്ജക്റ്റ്, ആം പ്ലേയിങ് ക്രിക്കറ്റ്, ഷീ ഈസ് സിംഗിങ് സോങ്, ഈസ് ഡ്രൈവിംഗ് കാർ, ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നൗ എന്നത് ഈ ടെൻസിൽ മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സബ്ജക്റ്റിനോട് കൂടി ആം, ഈസ്, ആറ് വരും, അതോടുകൂടി വെർബിനോട് കൂടി ING വരും, പിന്നീട് ഒബ്ജക്റ്റും വരും. അപ്പം ഇതിനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഐ, യു, ദേ, വി എന്നിവ വന്നാൽ ഹാവ് ആണ് വരിക. ഹി, ഷീ, ഇറ്റ് എന്നിവ വന്നാൽ ഹാസ് വരും. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, ഷീ ഹാസ് സങ് സോങ്, ഹി ഹാസ് ഡ്രിവൺ കാർ, ദേ ഹാവ് സ്പോക്ക് ഇംഗ്ലീഷ്, ഐ ഹാവ് റീഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിനോട് കൂടി ഹാവോ, ആസോ, V3 പ്ലസ് ഒബ്ജക്റ്റാണ് വരിക. പ്രസൻറ്റ് ടെൻസിലെ 4ാമത്തെ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, ഷീ ഹാസ് ബീൻ സിംഗിങ് സോങ്, ഹി ഹാസ് ബീൻ ഡ്രൈവിംഗ് കാർ, ദേ ഹാവ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഐ ഹാവ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ. സിൻസ് ആൻഡ് ഫോർ ഉപയോഗിക്കുന്നത് ഈ ടെൻസിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ 4 ടെൻസുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.